വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാൻ ആത്മഹത്യാശ്രമം നടത്തിയതായി ഇന്ന് നമ്മളേവരും അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആണ് അദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം, വേറെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് അദ്ദേഹത്തെ അടച്ചിരിക്കുന്നത്. അതിനെല്ലാം കാരണം ഇദ്ദേഹം നേരത്തെ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു എന്നതുകൊണ്ടാണ്. ആത്മഹത്യാ പ്രവണത കാണിച്ച വ്യക്തി ആത്മഹത്യ ചെയ്യും എന്നത് ഒരു മനഃശാസ്ത്ര സത്യമാണ്. കഴിഞ്ഞ 16 വർഷമായി മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ കൃത്യമായ ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അയാളത് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കാമെന്നാണ് മനഃശാസ്ത്ര ഗവേഷകരൊക്കെ തന്നെ പറയുന്നത്. പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു, ഈ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ആളുകൾ അത് ചെയ്യില്ല എന്നായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്. അത് വെറും മിത്ത് മാത്രമാണ്. ഇന്ന് അങ്ങനെയല്ല ഗവേഷണങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അയാൾ അത് ചെയ്യും എന്ന് ഉറപ്പാണ്. അതുമാത്രമല്ല, ചില ആളുകൾ പറയാറുണ്ട്, ഇന്ന സ്ഥലത്തായിരിക്കും, ഇന്ന രീതിയിലായിരിക്കും ഞാൻ ചെയ്യുക എന്ന്. നല്ലൊരു ശതമാനവും അവർ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാകും. ഈ ഒരു സത്യം ജയിലധികൃതർ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പോലീസ് ട്രെയിനിങ് നൽകുന്ന സമയത്ത് മനഃശാസ്ത്ര ട്രെയിനിങ് കൂടി അവർക്ക് നൽകാറുണ്ട്, ക്ലാസ്സുകൾ നൽകാറുണ്ട്. പക്ഷേ ഈ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഈ കാര്യം പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം പ്രവണതകളുള്ള വ്യക്തികളെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ആത്മഹത്യകൾ ഒഴിവാക്കാൻ കഴിയും എന്നതിൽ തർക്കമില്ല.